കെ സുധാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ വാർത്താസമ്മേളനം വിളിച്ചു. സണ്ണി ജോസഫിന് പേരാവൂരിൽ തിരിച്ചടി ഉറപ്പെന്ന് സുധാകര അനുകൂലികൾ ഫ്ലെക്സ് അടിച്ചു. ശൈലജ ടീച്ചർക്കെതിരെ മത്സരിക്കുമ്പോൾ സണ്ണി ജോസഫിന്റെ നില പരുങ്ങലിൽ. സുധാകരന്റെ മുന്നറിയിപ്പിന് വഴങ്ങാൻ കോൺഗ്രസ് നേതൃത്വം. തനിക്കൊരു നിലയും വിലയും പാർട്ടി തരുന്നില്ലെന്ന് പരസ്യമായി പ്രതികരിച്ച കെ സുധാകരൻ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തതോടെ സീൻ മാറി. സിറ്റിംഗ് എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന കടുത്ത നിലപാടിൽ നിന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് പിൻവലിയേണ്ടി വന്നു. കെ സുധാകരന്റെയും അടൂർ പ്രകാശിന്റെയും കടുംപിടുത്തത്തിന് മുന്നിൽ വഴങ്ങിയ പാർട്ടി നേതൃത്വം ഇരുവർക്കും പ്രത്യേക ഇളവ് നൽകാൻ തത്വത്തിൽ തീരുമാനിച്ചെന്നാണ് വിവരം. ഇതോടെ കണ്ണൂരിൽ കെ സുധാകരനും കോന്നിയിൽ അടൂർ പ്രകാശും UDF സ്ഥാനാർത്ഥികളാകുമെന്ന് ഉറപ്പായി. അനുനയ നീക്കങ്ങൾക്കിടയിലും മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന സൂചന നൽകി സുധാകരൻ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി. MP എന്ന നിലയിൽ കേരള ഹൗസിലും ഡൽഹി CPWDയിലുമുള്ള മുഴുവൻ കുടിശ്ശികകളും അദ്ദേഹം തീർത്തു. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിക്കേണ്ട ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയും നൽകിക്കഴിഞ്ഞു. ഡൽഹിയിലെ തന്റെ ഔദ്യോഗിക വസതിയായ ഗോദാവരിയിൽ വെച്ച് മുതിർന്ന നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ താൻ നിർദ്ദേശിച്ച പേരുകൾ വെട്ടിനിരത്തിയതിലുള്ള കടുത്ത അമർഷം അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. കണ്ണൂർ സീറ്റ് നിലനിർത്താൻ സുധാകരൻ തന്നെ വേണമെന്ന പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ വാദവും ഹൈക്കമാൻഡിനെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചു. പേരാവൂരിൽ മത്സരിക്കുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് കെ സുധാകരൻ അനുകൂലികൾ നൽകിയ താക്കീതും ഹൈക്കമാൻഡിന് മുന്നിലെത്തിയിട്ടുണ്ട്. നന്ദിയില്ലെങ്കിലും നന്ദികേടാവരുത് സണ്ണി, തിരിച്ചടി നേരിടേണ്ടി വരും. ശ്രീ കെ സുധാകരന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ പോസ്റ്റർ ഉയർന്നു. കണ്ണൂരിലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചും സണ്ണി ജോസഫിനെതിരെ വ്യാപക സൈബർ ആക്രമണം നടന്നു. കൊട്ടിയൂർ ചുങ്കക്കുന്ന് മുതൽ അമ്പായത്തോട് വരെയുള്ള പ്രദേശങ്ങളിൽ 8ഓളം ഫ്ലെക്സ് ബോർഡുകൾ സണ്ണി ജോസഫിന്റെ പ്രചരണ ബോർഡുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നട്ടുനനച്ച് വളർത്തിയവനെ ഇല്ലായ്മ ചെയ്താൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ഫ്ലെക്സുകളിലുണ്ട്. ഈ മുന്നറിയിപ്പ് അവഗണിക്കാൻ പറ്റുന്നതല്ല. കാരണം പേരാവൂരിൽ സണ്ണി ജോസഫിന് എതിരാളി LDFന്റെ KK ശൈലജയാണ്. മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചറെ പേരാവൂരിലേക്ക് മാറ്റിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ നിന്ന് ശൈലജ ടീച്ചറെ മാറ്റിയത് ഒതുക്കാൻ വേണ്ടിയാണെന്ന പ്രചാരണം അണികൾക്കിടയിൽ ശക്തമാണ്. എന്നാൽ ടീച്ചറെ പോലെയൊരു ശക്തയായ നേതാവിന് മാത്രമേ പേരാവൂർ പിടിച്ചെടുക്കാൻ കഴിയൂ എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. ശൈലജ ടീച്ചറെ ജയിപ്പിക്കാൻ പാർട്ടി അണികൾ ശക്തമായി രംഗത്തിറങ്ങുകയും കെ സുധാകരന്റെ അനുകൂലികൾ സണ്ണി ജോസഫിന് 8ന്റെ പണി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ CPM പോലും പ്രതീക്ഷിക്കാത്ത റിസൾട്ട് പേരാവൂരിലുണ്ടാകും. ഈയൊരു ഭയം സണ്ണി ജോസഫിനും ഇല്ലാതില്ല. കെ സുധാകരനും സംഘവും കാടിളക്കി വന്നാൽ കണ്ണൂരിൽ കോൺഗ്രസിന് നഷ്ടങ്ങൾ ഏറെ സംഭവിച്ചേക്കാമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ് സുധാകരന്റെ വാർത്താ സമ്മേളനം പോലും റദ്ദാക്കാൻ തുനിഞ്ഞിറങ്ങിയതെന്ന് വ്യക്തം. MPമാർ മത്സരിക്കേണ്ട എന്ന മാനദണ്ഡം മാറ്റാൻ സുധാകരൻ നടത്തിയ പോരാട്ടം കോന്നിയിൽ അടൂർ പ്രകാശിനും വഴി തുറന്നു. സുധാകരന് മാത്രം ഇളവ് നൽകിയാൽ അത് മറ്റ് MPമാരുടെ പ്രതിഷേധത്തിന് ഇടയാക്കുമെന്ന വിലയിരുത്തലിലാണ് അടൂർ പ്രകാശിനും പച്ചക്കൊടി കാട്ടാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. ഈയൊരു പശ്ചാത്തലത്തിൽ KC വേണുഗോപാലും മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്.